മലപ്പുറം കരുളായിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണിയാണ് മരിച്ചത്. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആക്രമണമുണ്ടായി 4 മണിക്കൂറിന് ശേഷമാണ് മണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വൈകിട്ട് കുട്ടികളെ ആശുപത്രിയിൽ കാണിക്കാനാണ് കരുളായിലേക്ക് എത്തിയത്. മൂത്ത മകളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി പൂച്ചപ്പാറ നഗറിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. കണ്ണിക്കയിൽ നിന്ന് 1.5 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. ഇവിടെ ടൗണിൽ ഇറങ്ങിയിട്ട് തിരിച്ച് കാട്ടിക്കയറായിരുന്നു. കുട്ടികൾ ഹോസ്പിറ്റലിലും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും കൂട്ടിക്കൊണ്ടായിരുന്നു. 2-3 കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ആസ്പത്രി കാണിക്കാൻ വന്നതാണ്. ആന ആക്രമിച്ചതോടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ മകൻ തെറിച്ചു വീണു. കൂടെയുണ്ടായിരുന്ന ആളുകൾ കുട്ടിയെ രക്ഷിച്ചു. ഒരു 6:45 കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത്. കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു. അവിടെ 6:45 പോയിട്ട് നമുക്ക് ഇവിടെ എത്തിയത് 11:30 ആയി. അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ. തലക്ക് ആണ് പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്ന് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തര ധനസഹായമായ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു ഇന്ന് തന്നെ കൈമാറും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. 24 മലപ്പുറം.